ദിയാസ് റെസിപ്പിയിലെ ഇത് ജിജിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പുറത്ത് ഭയങ്കര തണുപ്പാണ്, -15 ആണ്. കാനഡയിലെ ഒട്ടുമിക്ക വീടുകൾക്കും ബേസ്മെൻ്റ് ഉണ്ട്. ഈ ബേസ്മെൻറ്റ് ഒരു അഡീഷണൽ ലിവിങ് സ്പേസ് ആണ്. എന്തുകൊണ്ടാണ് തണുപ്പ് നാടുകളിൽ ബേസ്മെൻറ്റ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആയിരിക്കാം. പിന്നെ ഇതൊരു അഡീഷണൽ ലിവിങ് സ്പേസും കൂടെ കൊടുക്കുന്നുണ്ട്. ചില വീടുകൾക്ക് വാക്ക് ഔട്ട് ബേസ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴത്തെ നിലയിൽ നമ്മൾ താമസിക്കുന്ന പോലെയാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഈ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെയിൻ ലെവലിൽ നിന്ന് താഴെയായിട്ടാണ്, ഭൂമിക്കടിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റ് റെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ മേടിച്ചത് ലീഗലൈസ് ചെയ്തു. കാനഡയിൽ ഇതുപോലെ ബേസ്മെൻറ്റ് ഉള്ളവരെല്ലാം മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ റെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു അഡീഷണൽ ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ലീഗലൈസ്ഡ് ബേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസും ആ മാറ്റങ്ങളൊക്കെ നമ്മളെ ബേസ്മെൻറ്റിൽ നമ്മൾ വരുത്തിയിരിക്കണം. പിന്നെ അവർ ഫൈനലി അപ്രൂവ് തരുന്നത് അവരുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും. വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഈ അവരുടെ പ്രോപ്പർട്ടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ലെവൽ താഴെ ആണെങ്കിലും ഈ ബേസ്മെൻറ്റിന് അത്യാവശ്യത്തിന് വെളിച്ചമൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ ഗ്ലാസ് ഡോറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ലൈറ്റ് അകത്ത് കിടക്കാനായിട്ട് സഹായിക്കും. ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് ഒരുമിച്ചാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കിച്ചണിനകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ്, ഡിഷ് വാഷർ, സ്റ്റൗ ആൻഡ് അവൺ. നമ്മൾ കാനഡയിലൊക്കെ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴാണെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും ഈ അപ്ലയൻസസ് ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും. ഫ്രിഡ്ജും ഡിഷ് വാഷറും സ്റ്റൗ ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ അവിടെ ഒരു സ്റ്റേബിൾ ഇടാനുള്ള സൗകര്യമുണ്ട്. അതിലൂടെ തന്നെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വായിക്കുമ്പോൾ അതിനകത്തുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ വിൻഡോ ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഇൻ കേസ് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബേസ്മെൻറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയണം. സോ ഇതുപോലൊരു വലിയൊരു വിൻഡോ, സ്റ്റാൻഡിങ് ഷവറോടുകൂടി ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബേസ്മെൻറ്റിൽ താമസിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റ് പേ ചെയ്യുമ്പോൾ ആ റെൻറ്റിനകത്ത് നമ്മൾ വാട്ടർ ചാർജും ഇലക്ട്രിസിറ്റിയുടെ ബില്ലും പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ചാർജും എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ നമ്മൾ കാനഡയിലൊക്കെ വരുമ്പോഴത്തേക്ക് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഇൻക്ലൂഡിങ് ഞങ്ങളും ബേസ്മെൻറ്റിലാണ് താമസിച്ചത്. പക്ഷേ ബേസ്മെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് തീരെ ഇരുട്ട് പിടിച്ച സ്ഥലമാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട്. അപ്പം 2-3 ബെഡ്റൂംസൊക്കെ ഉള്ളവരെ ഇങ്ങനെ ഷെയർ ചെയ്ത് സ്റ്റുഡൻസിനൊക്കെ അക്കോമഡേഷൻ കൊടുക്കാറുണ്ട്. സോ ഇത് അവരുടെ യൂട്ടിലിറ്റി റൂമാണ്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രയർ ആൻഡ് വാഷറാണ്. ചില ബേസ്മെൻറ്റുകളിൽ ഓണറും റെൻറ്റ് ചെയ്യുന്നവരും തമ്മിൽ ഇത് ഷെയർ ചെയ്യും. പക്ഷേ ഇത് അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വേറെ ഡ്രയർ ആൻഡ് വാഷറുണ്ട്. എൻ്റെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എനിക്ക് അകത്തു കൂടെ ഈ ബേസ്മെൻറ്റിലേക്ക് വരാനുള്ള സ്റ്റേഴ്സാണിത്. ഇതുവരെ റെൻറ്റേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. സോ അത് ബേസ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ മുകളിലായിട്ട് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ഡോറാണിത്. അപ്പോൾ ഇതങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ എൻട്രൻസ് ഉണ്ട്. റെൻറ്റേഴ്സിന് നമുക്ക് ഈ സ്പേസ് യൂസും ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു.